മലയാളിയുടെ അടുക്കളയിലും വീട്ടമ്മമാരുടെ നെഞ്ചത്തും സകല സ്ഥലത്തും അഴമ്പലത്തിൻ്റെ വളപ്പിലും മതിലിൻ്റെ അടിയിലും സകല സ്ഥലത്തും യാതൊരു അനുവാദമില്ലാതെ എല്ലാ സ്വകാര്യതകളെയും ലംഘിച്ചുകൊണ്ട് മഞ്ഞക്കുറ്റി അടിച്ചൊരു പരിപാടി വന്നിരുന്നു കേരളത്തിൽ. എന്തൊരു കുറ്റിയടിയായിരുന്നു. രാവിലെ ഉദ്യോഗസ്ഥർ വരുന്നു, കുഞ്ഞുങ്ങൾ എല്ലാവരും വീട്ടിലെ മാതാപിതാക്കളൊക്കെ ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളൊക്കെ ആണെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾ മാത്രം ഉണ്ടായി, അവർ വെളിയിലൊന്നും അങ്ങനെ പോലും പോകാത്ത പാവപ്പെട്ട സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് വരുന്നു, 4 കുറ്റിയായിട്ട് വരുന്നു. അവർ അടുക്കളയിലിട്ട് കയറുന്നു. ഗ്യാസ് കുറ്റിയാണെന്ന് അവർ വിചാരിക്കുന്നു. ഗ്യാസിന് ഓർഡർ പോലും ചെയ്തിട്ടില്ല, എപ്പോഴും ഗ്യാസ് കുറ്റി പോലെ 4 കുറ്റി കൊണ്ടുവരുന്നു. ഉടൻ തന്നെ എല്ലാവരും ഇറങ്ങാൻ പറയുന്നു, അകത്തടിക്കുന്നു, പോകുന്നു. എന്തൊരു ഭീകര അവസ്ഥയായിരുന്നു മഞ്ഞക്കുറ്റി അടിപ്പ്. ഇപ്പോഴിതാ അടുത്ത മന്ത്രിസഭയിൽ സിൽവർ ലൈൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ 100-300ഓളം സ്റ്റാഫിനെ പിൻവലിക്കാൻ 200-300 കോടി രൂപ റിട്ടയർഡ് IASകാരും നിലവിലുള്ള IASകാരും കേരളയുടെ കോർപ്പറേഷൻ MDയും കുറേ ഉദ്യോഗസ്ഥരും കൂടി സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി എന്നും എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് തിന്ന് മുടിച്ചതിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. ഇപ്പോൾ അവരെ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞക്കുറ്റിയെല്ലാം എടുത്തുകൊണ്ട് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ് നാട്ടുകാരെ എല്ലാ മഞ്ഞക്കുറ്റിയും വലിച്ച് ആറ്റിൽ കൊണ്ട് കളഞ്ഞു. അവർക്കെതിരെ വ്യാപകമായി കേസെടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കുമോ? മൂന്നാമതൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മഞ്ഞക്കുറ്റി ഇട്ട പറമ്പുകളിൽ അവർക്ക് പ്രമാണം വച്ചുകൊണ്ട് ലോൺ എടുക്കാനോ മറ്റൊരാവശ്യത്തിനും പ്രമാണം വയ്ക്കാൻ കഴിയത്തില്ല. അത് വച്ചു കഴിഞ്ഞാൽ അത് ഈ ലിസ്റ്റിൽ നോക്കുമ്പോൾ സർവേ നമ്പർ നോക്കുമ്പോൾ മഞ്ഞക്കുറ്റി അടിച്ചിരിക്കുന്ന സർവേ നമ്പറാണ്, അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഗവൺമെൻറ് ഇതിൽ തീരുമാനിക്കുമോ. ഒന്ന്, മഞ്ഞക്കുറ്റി എടുക്കാനില്ല, കംപ്ലീറ്റ് ജനങ്ങളെ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു. അതുകൊണ്ട് മഞ്ഞക്കുറ്റി എടുക്കാനൊന്നുമില്ല. പക്ഷെ പിന്നെ ഉള്ളത്, രണ്ടാമതായിട്ടുള്ളത് ഈ കേസുകൾ പിൻവലിക്കുമോ. ഈ 100 കണക്കിന് കേസുകളാണ് മഞ്ഞക്കുറ്റിയുടെ പേരിൽ ആളുകളുടെ നെഞ്ചിൽ പിടിച്ച് വച്ചിരിക്കുന്നത്. വീട്ടിലുള്ള മുഴുവൻ പേരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ഒരു വലിയ സമൂഹത്തിൻ്റെ പേരിലാണ് കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ധാരാളം കേസുകളാണ് എടുത്തിരിക്കുന്നത്. ആ കേസുകളെല്ലാം പിൻവലിക്കുമോ? അടുത്ത വേറൊരു ചോദ്യം. മൂന്നാമതൊരു ചോദ്യമാണ്, കേസുകൾ പിൻവലിക്കുമോ എന്നുള്ളതുപോലെ ചോദ്യമാണ്. അവർക്ക് അവരുടെ വസ്തുക്കൾ ജാമ്യം വെച്ചുകൊണ്ട് അവരുടെ വസ്തുക്കൾ ഷുവർത്തിയായി കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാനുണ്ടായിരുന്നൊരു അവസരമുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മക്കളെ വിവാഹം കഴിപ്പിക്കാനും അതുപോലെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും അവർക്ക് കഴിയുന്നില്ല. മക്കളുടെ പേരിലോ ആരുടെയെങ്കിലും പേരിൽ വസ്തു കൈമാറാൻ കഴിയുന്നില്ല. വിലയർപ്പിച്ച് ചെല്ലുമ്പോൾ ഈ വസ്തു അവരുടെ കുറ്റി അടിച്ചിട്ടിരിക്കുന്ന വസ്തു ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ. ഇനി RRTC എന്ന് പറയുന്ന റാപ്പിഡ് റെയിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന അത് വരുമോ? കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഇല്ലാതെയാണ് അത് മുമ്പോട്ട് നീങ്ങുന്നത്. ഇതിന് റെയിൽവേ ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവാദമില്ലാതെ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് അനുവാദമില്ലാതെ വീണ്ടും ഒരു 10-500 കോടി രൂപ തിന്നു മുടിക്കാനാണോ കേരയിൽ എന്ന് പറഞ്ഞ് വലിയ തോതിലാണ് പരസ്യം കൊടുത്തും സെമിനാറുകൾ നടത്തിയും PR വർക്ക് ചെയ്തും സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുത്തും വലിയ തോതിലാണ് ബഹളം ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപയാണ് തീർത്തത്. യാതൊരു കാര്യമില്ലാതെയാണ് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അടുത്ത RRTC എന്ന് പറയുന്ന TS എന്ന് പറയുന്ന അടുത്ത സിസ്റ്റം എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ദിവസം ഇതുപോലെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അതും കൂടി ഇല്ലായ്മ, ആ പദ്ധതിയും വരുമോ ഇല്ല എന്നറിയില്ല. ഇതിനിടയിലാണ് മെട്രോമാൻ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ പൊന്നാനിയിലൊരു ഓഫീസ് തുടങ്ങി. അത് ഡൽഹി മെട്രോ റെയിൽ കമ്മീഷൻ്റെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ DMRCയുടെ ഒരു ഓഫീസ് പൊന്നാനിയിൽ തുറന്നിട്ട്, പൊന്നാനിയിലാണ് ഈ ശ്രീധരൻ്റെ നാട്, പൊന്നാനിയിൽ തുറന്ന ശേഷം അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ശ്രീധരൻ. അതിന് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും പോവുക, ഓരോ സ്ഥലത്തും പോയി വിശദീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് റെയിൽവേ സിസ്റ്റത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, കേരളിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാര്യം, RRTSൻ്റെ കാര്യം, മെട്രോമാൻ്റെ റെയിൽവേ, എല്ലാം കൂടി കേരളീയരുടെ ടാക്സ് കൊടുക്കുന്ന പൈസ എടുത്താണ് ഈ കളികളെല്ലാം നടക്കുന്നത്. അതിൽ മെട്രോമാൻ്റെ ഇപ്പോൾ പൈസയൊന്നും സർക്കാരിൻ്റെ ആയിട്ടില്ല. മെട്രോമാൻ ഒറ്റയ്ക്കാണ് ഓഫീസ് നടത്തുന്നത്. അതിന് DMRC കൊടുക്കുമെന്നൊന്നും അറിയില്ല, അത് വേറെ കഥ. പക്ഷേ കേരള സർക്കാർ എന്തായാലും ഈ റെയിൽവേയുടെ പേരിൽ ശാപ്പാടടിച്ച് മുടിക്കുന്നതിന് ഒരു കുറവുമില്ല. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ സെമിനാറുകൾ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകൾ, ഇതിൻ്റെ പേരിൽ ശില്പശാലകൾ, വർക്ക്ഷോപ്പുകൾ, PR വർക്ക്, പത്രപരസ്യം, ഇതിൻ്റെ പേരിലും കോടികൾ അടിച്ചു തിന്നും.
ഇനി നേരത്തെ കേരളൻ്റെ പേരിൽ തിന്ന പൈസ ആരുടെ കണക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക?